അതെ, നമുക്ക് ആ താമര പോട്ടിലാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടാലോ? വായോ. ചെളിയാണ് താമരയ്ക്ക് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ചെളി അത്ര അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ 2 മാസം മുമ്പ് ഒരു താമര നടാൻ വേണ്ടി പോട്ടിൽ ചെളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്കി 3 പോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അതിന് മേളിൽ മണ്ണ് വിതറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മണ്ണ് എടുത്ത് വിതറിക്കഴിഞ്ഞ് അത് കുറച്ച് നിരത്തി കഴിയുമ്പോൾ കല്ല് കിട്ടുമല്ലോ, കല്ല് വേർതിരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മളങ്ങനെ 3 പോട്ടിലേക്കും കൂടെ മണ്ണും ചെളിയും നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേളിൽ കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുക്കാം. ഉണക്ക ചാണകമാണ്. വിതറി കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് മൂടി അതിന് മുകളിലേക്ക് ഇതാ നമുക്ക് എല്ലുപൊടിയും കൂടെ ആക്കി കൊടുക്കാം. വീണ്ടും നമ്മൾ അതും കൂടെ മണ്ണിട്ട് മൂടി ഒരു 3/4 ഭാഗത്തോളം മണ്ണാക്കിയാൽ മതി. ഇതാണ് നമ്മുടെ താമര. ഇതൊരു പിങ്ക് വൈറ്റ് കളറാണ്. എന്നാ നീളമാണെന്ന് നോക്കിക്കേ. നമ്മളിതൊരു ട്യൂബർ ഒരു ചാല് പോലെ, ഈ മണ്ണിലൊരു ചാല് പോലെ ആക്കിയിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതാകുമ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം അതിൻ്റെ ട്യൂബറും വേരൊക്കില്ലേ അത് പുറത്തേക്ക് വരാതിരുന്നോളും, കുറച്ച് മണ്ണിൽ ഉറച്ച് നിന്നോളും. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിന് മേളിലേക്ക് മണ്ണിട്ട് മൂടി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം പറിച്ച താമരയാണേ, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണേ. ഇങ്ങനെ നമുക്ക് ആ താമരയുടെ ഇല വെച്ച് തന്നെ നമുക്ക് വെള്ളം ആക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുത്തനെ ഒഴിച്ച് കഴിഞ്ഞാൽ കലങ്ങുകയും ചെയ്യും. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പോവില്ല, നിരപ്പാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പതിയെ ഇങ്ങനെ എന്തെങ്കിലും ഇലയോ മറ്റോ യൂസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ പോട്ടിൽ വെള്ളം മെത്തി ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ അധികം വേസ്റ്റുകളും കരടുകളൊക്കെ പുറത്തോട്ട് പൊയ്ക്കോളും. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പം രാത്രി 7 മണിയായി, നല്ല ഇരുട്ടായി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പോട്ടിൽ വെള്ളം തെളിഞ്ഞതും താമര നിൽക്കുന്നതും ഒക്കെ കാണിക്കാമേ ഞാൻ. ഇന്ന് നമ്മൾ 2 മാസം മുമ്പ് ഒരു താമര നട്ടു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഓൾറെഡി 2 പൂവൊക്കെ ഉണ്ടായി. പൂവൊക്കെ കൊഴിഞ്ഞ് നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാമേ. ഇതാണ് താമര. പൂവ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു മൊട്ടുമുണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ ശരി.